ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എത്ര വലിയ തടസ്സങ്ങളാണേലും വർഷങ്ങളായിട്ട് എന്തു ചെയ്തിട്ടും നടക്കാത്ത തടസ്സങ്ങളാണേലും ഈ ഒരു ശിവമന്ത്രം ഉരുവിട്ടാൽ തടസ്സങ്ങൾ വർഷങ്ങളായിട്ടുള്ള എന്തു ചെയ്തിട്ടും മാറാത്ത തടസ്സങ്ങൾ വരെ മാറും. ആ ഒരു ശിവമന്ത്രവും അത് പ്രയോഗിക്കേണ്ട ഒരു രീതിയുമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ആ രീതി ഈ ശിവമന്ത്രത്തിന് തന്നെ പല പ്രയോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രയോഗ രീതി, പ്രത്യേക ഒരു പ്രയോഗ രീതി, അത് ആദ്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് വളരെ ശക്തിയേറിയതാണ്, പെട്ടെന്ന് ബലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ ഒരു ശിവമന്ത്രം എത്രയോ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായ കാര്യമാണ്. അപ്പോൾ ഇത് ഈ ഒരു മന്ത്രം തന്നെ അത് ഏത് മന്ത്രമാണെന്ന് പറയുന്നുണ്ട്. പല രീതിയിൽ പ്രയോഗിക്കാം. ഇന്ന് പറയാൻ പോകുന്ന പ്രയോഗ രീതി അതീവ ശക്തമായ പ്രയോഗ രീതിയാണ്. ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ പ്രയോഗ രീതിയെക്കുറിച്ച്, മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതിനു മുമ്പ് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ മന്ത്രത്തെക്കുറിച്ചുള്ള, അതായത് എന്നെ കാണാൻ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു വ്യക്തി വന്നു. നേരിട്ട് കൺസൾട്ടിങ്ങില്ല, അറിയാമല്ലോ, പക്ഷെ കാണാൻ വേണ്ടി മാത്രം. ഇപ്പം കാണാനും സമയമില്ല. അന്ന് അവർ വന്ന് എന്നെ കണ്ട പാടെ ഭഗവാന്റെ മുന്നേ എന്നാണ് പറയുന്നത്. അവർ കരയുകയായിരുന്നു, വാ വിട്ട് കരയുകയായിരുന്നു. അവരുടെ സന്തോഷം പറയുകയായിരുന്നു. കാരണം അവർക്ക് വലിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. ഒരു ഘട്ടത്തിൽ അതെല്ലാം തകർന്ന് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. ആ ഒരവസ്ഥയിൽ വാട്സപ്പിൽ ഞാൻ ഈ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അവർ തന്നെ പറയുകയാണ് അവരുടെ ജീവിതം. ആ മന്ത്രം അവർ ഞാൻ പറഞ്ഞ രീതിയിൽ ജപിച്ചു. അത് വേറൊരു രീതിയായിരുന്നു. അപ്പോൾ ഇത് വേറൊരു രീതിയാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം പറഞ്ഞ ഇച്ചിരൂടെ ശക്തിയുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ജപിച്ചു. അവർക്ക് അവരുടെ ആ ഒരു വലിയ തുകയാണ് കേട്ടോ, സാമാന്യം നല്ല തുകയാണ്. ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ. അതിനുള്ള റിക്കവർ ചെയ്യാനുള്ള മാർഗങ്ങൾ, സഹായങ്ങൾ ഒക്കെ അവർക്ക് വന്നു ചേർന്നു. അവർക്ക് അതിൽ നിന്ന് നല്ലൊരു റിക്കവറി ഉണ്ടായി എന്ന് അതിന് നന്ദി പറയാൻ വേണ്ടി മാത്രം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ എന്നെ കാണാൻ വന്നതാണ്. അതൊരു വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു മന്ത്രമാണ്. പിന്നെ ഞാൻ പലർക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ ഓരോ കാര്യങ്ങളും ഒരു നീക്കുപോക്കുണ്ടായി അവർക്ക് യാതൊരു തരത്തിലുള്ള പെട്ടുപോകുന്ന അവസ്ഥയും ഉണ്ടാകാതെ അവരെ സംരക്ഷിച്ച് കാര്യതടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മന്ത്രം ഉപകരിച്ചിട്ടുണ്ട്. ഇത് അഗസ്ത്യരുടെ താളിയോലയിലെ രഹസ്യ മന്ത്രമാണ്. ഇത് ശിവൻ്റെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രം ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല. ഈ മന്ത്രം ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് എന്ന എൻ്റെ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് ശരിയായിട്ട് പറയുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്കും അത് അനുഭവമാകും, സംശയം വേണ്ട. അപ്പോൾ അത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചൊന്ന് അറിയണം, അത് നല്ലതാണ്. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് എടുത്തപ്പോൾ ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നുണ്ട്. അവരുടെ ഒരാൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത്, അവർ വടക്കേ ഇന്ത്യയിലുള്ളതാണ്. അവരുടെ കുട്ടി കുറേ ആവശ്യമില്ലാത്ത ചില ഒരു മോശമായ, അല്ലെങ്കിൽ അവർക്ക് ഗുണകരമല്ലാത്ത ചില റിലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിദേശത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം മാറി, സ്വയമേവ പിന്മാറി സന്തോഷത്തോടെ നല്ലൊരു കുടുംബജീവിതം ഇന്ന് നയിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് എനിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ നേർന്നുകൊണ്ട് അവർ ഇപ്പോഴും കിടപ്പുണ്ട് വാട്സപ്പിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാം നന്ദി, സ്നേഹം, പ്രാർത്ഥന ഒക്കെ പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജുകൾ ഇന്ന് ഞാൻ നോക്കിയ കാര്യമാണ് പറയുന്നത്. അപ്പം ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിദ്യകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കെല്ലാം പ്രയോജനമാകട്ടെ. ഞാൻ വിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ച് വീഡിയോ, വിളക്ക് കെടുത്തിയ ശേഷം മന്ത്രം ചൊല്ലുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണം കേട്ടോ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ ഇത് അതിനുവേണ്ടി മാറ്റി വെക്കണം. ജീവിതത്തിൽ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. കാരണം ഒരാളുടെ ഒരു ദിവസം ആരംഭിക്കുന്ന അവരുടെ വീട്ടിൽ നിന്നാണ്. ഇപ്പോൾ രാവിലെ വിളക്ക് കത്തിക്കണം, രാവിലെ ചില പ്രാർത്ഥനകൾ നടത്തണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ എല്ലാ ആപത്തുകളിലും പോയി ചാടുന്നത് സമയദോഷം കൊണ്ടാണ്, കഴിവില്ലാത്തതുകൊണ്ടോ ചിന്തിക്കാത്തതുകൊണ്ടോ കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടോ അല്ല. ഇത് സമയദോഷം കൊണ്ടാണ്. ഇപ്പം നമ്മളൊരു വണ്ടി ഓടിക്കുന്നു, നമ്മൾ എത്ര മിടുക്കനാണെങ്കിലും എക്സ്പെർട്ട് ആണെങ്കിലും
എതിരെ വരുന്നവൻ ഒരു ലക്കും പുക്കും ഇല്ലാതെ വന്നാൽ നമ്മുടെ വണ്ടി ഇടിക്കും. അത് നമ്മുടെ ഒരു കഴിവുകേട് കൊണ്ടുമല്ല, നമ്മൾ കണക്കൂട്ടി ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ടുമല്ല. അത് ചില കാര്യങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു സമയദോഷമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിവുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും കണക്കൂട്ടി ചെയ്താലും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ. അവിടെയാണ് ഈശ്വരാനുഗ്രഹം എന്നുള്ള കാര്യം പ്രാധാന്യമുള്ളത്. എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, എത്രയോ കുട്ടികളുടെ സ്വഭാവങ്ങളും ഒക്കെ നന്നായി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കാണണം. ഇതുപോലെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. ജന്മസംഖ്യകളെ കുറിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഭദ്രകാളി രഹസ്യം, ഇതൊക്കെ ബുക്കുകളുണ്ട്, എഴുതി വെക്കുന്നവരുണ്ട്, ഒരുപാട് ബുക്കായിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. കാരണം ഇനിയും ഒരാൾ ഇതുപോലെ നിങ്ങൾക്കൊരിക്കലും പറഞ്ഞു തരത്തില്ല. അതുപോലാണ് ഞാൻ ശിവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ആരും ഇതുപോലെ നിങ്ങൾക്ക് ശിവനെക്കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരത്തില്ല. അത് പ്രയോജനപ്പെടുത്തുക. എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ കുറച്ച് വർക്കുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യമുള്ളൊരു വാട്സപ്പിൽ ഇടുക. എല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പറ്റുന്നത് ഞാൻ റിപ്ലൈ തരാം. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ ഒരു നേരം കൊണ്ട് പറഞ്ഞതാണ്. കാരണം വർക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതിനു വേണ്ടി പറഞ്ഞതാണ്. കുറച്ച് ഒരുപാടൊന്നും ചെയ്യാൻ ആരോഗ്യസ്ഥിതിയും സമയവും ഒന്നും അനുവദിക്കുന്നില്ല. കുറച്ച് വർക്കുകൾ. കാരണം കണ്ടിന്യൂസ് വർക്ക് ആയതുകൊണ്ട് ഭയങ്കര ഒരു ആരോഗ്യപരമായ വർക്കിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പെടലിക്ക്, കണ്ണിന്, അങ്ങനെ കണ്ടിന്യൂസ് വർക്കായതുകൊണ്ടാണ്. അപ്പം കാരണം റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല, ഇങ്ങനെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട്, അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. കാരണം എല്ലാം കൂടെ നടക്കത്തില്ല, വാട്സാപ്പിൽ തന്നെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് ആരും വരരുത് എന്ന് പറയുന്നതിനപ്പുറം ചെയ്യരുത് കേട്ടോ. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, അതാണ് സാഹചര്യം. വാട്സപ്പ് ഇടുക എന്നുള്ളത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും. ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോയോട് ചെയ്യുന്നൊരു നീതി എന്ന നിലയിലാണ് പറയുന്നത്. അപ്പം ഇതുപോലെ നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തണം. നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഈ പറയുന്ന സനാതനമായ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളും മോശമാകത്തില്ല. അങ്ങനെയുള്ള ഒരു കുട്ടികളും അവരുടെ അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കത്തില്ല. കാരണം ധാർമ്മിക മൂല്യങ്ങൾ, ഈശ്വരീയമായ കാര്യങ്ങൾ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. പിന്നെ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. ഞാൻ ആരും ഒന്നിനും നിർബന്ധിക്കാറില്ല. എനിക്ക് ഒന്നിനോടും അധികം അറ്റാച്ച്മെൻ്റ് ഇല്ല. ഞാൻ ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കെല്ലാം നന്മ വരണമെന്നൊരു ആഗ്രഹം എല്ലാവർക്കും, ലോകാസമസ്ത സുഖിനോ ഭവന്തു, ആ ഒരു ആഗ്രഹത്തിൽ എൻ്റെ അറിവ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അത് വേണ്ടവർ പ്രയോജനപ്പെടുത്തുക, അല്ലാത്തവർ വഴിക്ക് പോകട്ടെ, യാതൊരു വിരോധവുമില്ല. അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ എഴുന്നേറ്റ് ഉണർന്ന ഉടനെ നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞ് ഒരു മെഴുകുതിരിയോ ഒരു നെയ്വിളക്കോ ഏത് വേണേലും കത്തിച്ചിട്ട് അത് നിങ്ങളുടെ കണ്ണിൻ്റെ നേരെ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള അകലത്തിൽ, എന്ന് വെച്ചാൽ കുറച്ച് ദൂരെ വെക്കണം. നിങ്ങളുടെ കണ്ണിന് ഈ മെഴുകുതിരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെയ്വിളക്കിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ മൺചട്ടിക്ക്, അത് സാധാ വിളക്കായിക്കോട്ടെ, നെയ്യ് വേണമെന്നല്ല. അപ്പോൾ ഈ വിളക്കിൻ്റെ നാളത്തിൻ്റെ ചൂടേക്കാതെ നിങ്ങൾക്ക് പറ്റിയ അകലത്തിൽ ക്രമീകരിച്ച് വെക്കുക. നിങ്ങളുടെ കണ്ണിൻ്റെ ലെവലിൽ എന്തെങ്കിലും വെച്ച് പൊക്കി വെച്ചിട്ട് അതേ വേണം ഈ ചട്ടി വിളക്ക് വെക്കാൻ. ഇത് വിളക്കിൻ്റെ നാളത്തെ നോക്കി ഈ ശിവമന്ത്രം ജപിക്കുക. ഈ ശിവമന്ത്രത്തിന് അപ്പുറവുമില്ല ഇപ്പുറവുമില്ല എതിരുമില്ല കേട്ടോ. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. എന്ന് വെച്ചാൽ ഏറ്റവും മഹത്തായ ഒരു വിദ്യയാണ് ഇത്. മഹാകാരണ പഞ്ചാക്ഷര മന്ത്രം കൊണ്ടുള്ള വിദ്യയാണ്. അതിനപ്പുറത്തൊരു സംഭവമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയുമ്പം, ഒരു ലളിതമായിരുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറിയ കാര്യമാണ്. ഇത് നിങ്ങൾ ജന്മാനുജന്മങ്ങൾ എത്ര ജന്മം എടുത്താലും അറിയാനിടയില്ലാത്ത, എന്നാൽ അറിഞ്ഞാൽ ജീവിതം മാറുന്ന, ശിവനെ അറിയുന്ന അഗസ്ത്യരുടെ താളിയോല മന്ത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ വില മനസ്സിലാവും. മന്ത്രം ഇതാണ്: ഓം ശിം ശിവായ നമ. ഷായ എഴുതി വള്ളിയിട്ട് 0, ശിം, സംശയമില്ലല്ലോ. ഓം ശിം ശിവായ നമ. വളരെ സിമ്പിളാണ്. എഴുതി വീഡിയോയുടെ താഴെ എഴുതിയിടേണ്ട കാര്യം പോലുമില്ല. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓം ശിം ശിവായ നമ. ഇതാണ് മന്ത്രം. ഈ മന്ത്രത്തിന് ഒരുപാട് അത്ഭുത ശക്തിയുള്ളതാണ്. ഇത് ഏത് ശത്രു ദോഷങ്ങളെയും സ്തംഭിപ്പിക്കുന്നതാണ്.
നമുക്കെതിരെ വരുന്ന ശാപദോഷങ്ങളായിക്കോട്ടെ, നമ്മളെ തടസ്സങ്ങളായിക്കോട്ടെ, നമ്മളെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഏത് ദോഷങ്ങളായിക്കോട്ടെ, അതിനെയെല്ലാം സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വശ്യമായിട്ട് വരും. അതായത് നമ്മൾക്ക് അനുകൂലമാകും. അതിനെ സ്തംഭിപ്പിച്ച് നമുക്ക് വശ്യമാക്കുക എന്നുള്ളതാണ്. ഇത് ശി എന്ന് പറയുന്നാൽ ശിവനിലെ ശികാരം, മഹാകാരണ പഞ്ചാക്ഷരമാണ്. അത് അത്ഭുത ശക്തികളാണ്, അതിനെതിരില്ല. ഓം ശിം ശിവായ നമ. ഈ മന്ത്രമാണ് ഞാൻ ആ തമിഴ്നാട്ടിലുള്ള ആൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് വേറൊരു രീതിയാണ് പറഞ്ഞു കൊടുത്തത്. ഇത് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ തെയ്യുടെ നാളത്തെ, ദീപനാളത്തെ നോക്കി ഈ മന്ത്രം ജപിക്കണം. ഇത് ദിവസവും ഒരു രാവിലെ 1/2 മിനിറ്റോ 1 മിനിറ്റോ മതി, അതിൽ കൂടുതൽ വേണ്ട. ആദ്യം ഒരു മിനിറ്റിൻ്റെ പകുതി 1/2 മിനിറ്റ് പോലും ജപിച്ചാൽ മതി. പിന്നെ 1 മിനിറ്റ് ആക്കിയാൽ മതി. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ, നിങ്ങൾക്ക് സുഖകരമായ രീതിയിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. 1 മിനിറ്റ് കൂടുതൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇത് ദിവസവും രാവിലെ ഒരു സമയത്ത് തന്നെ ചെയ്യണം. നിങ്ങൾ തന്നെ നോക്കിക്കോ. നിങ്ങൾ വെളിയിലിറങ്ങുമ്പം നിങ്ങളെ ഒരു പരിചയം ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യാത്തവർ ഇങ്ങോട്ട് കയറി മുണ്ടും, ഇങ്ങോട്ട് കയറി ചിരിക്കും, ഇങ്ങോട്ട് കയറി സംസാരിക്കും, നിങ്ങൾ പറയുന്ന ഒരു കാര്യം അംഗീകരിക്കും. അത്ഭുതകരമായ മാറ്റമായിരിക്കും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാനത് പറയുന്ന രീതി ചെയ്തവർക്കൊക്കെ ആ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു സഹായം ചോദിച്ചാൽ ആളുകൾ ചെയ്യും, അല്ലെ ഇങ്ങോട്ട് വന്ന് സഹായിക്കുക എന്ന് പറയും. ഞാൻ പറഞ്ഞു കൊടുത്ത ആ വ്യക്തികൾക്കൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയായിട്ട് വിശ്വാസത്തിൽ ചെയ്യണം. അത് ഞാൻ പറഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. ശിവനിൽ വിശ്വസിച്ച്, സംശയമില്ലാത്ത രീതിയിൽ വിശ്വസിച്ച്, മാർക്കണ്ഡേയൻ്റെ വിശ്വാസമായിരിക്കണം. മാർക്കണ്ഡേയൻ മരണത്തിൽ പോലും ശിവനെ വിശ്വസിച്ചിരുന്നു. മരണത്തിൽ പോലും മരിച്ചില്ല, അദ്ദേഹത്തിന് ചിരഞ്ജീവിയായി. പക്ഷെ അദ്ദേഹം മരിക്കുമെന്നുള്ളൊരവസ്ഥ കാലം വന്നപ്പോൾ ആ അവസ്ഥയെപ്പോലും അദ്ദേഹം ശിവനെ കൈവിട്ടില്ല. ഇപ്പോഴോ നമ്മളിൽ പലരുമാണ് ചിലപ്പോൾ നമ്മൾ മാറ്റി ചിന്തിക്കും. പക്ഷെ മാർക്കണ്ഡേയൻ്റെ ആ കാലഭാഷ വീണപ്പോഴും ശിവനെയാണ് വിളിച്ചത്. ആ വിശ്വാസമാണ് മാർക്കണ്ഡേയനെ രക്ഷിച്ചത്. മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയായി, മരണമില്ലാത്ത മഹർഷിയായി, മഹാമുനിയായി. ആ വിശ്വാസമാണ് വേണ്ടത് ശിവനിൽ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി ഈ മന്ത്രം ജപിക്കണം. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി, കുട്ടിയുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? സംശയമില്ല, പേടിയില്ല. മനസ്സിലായോ? അതാണ് കുട്ടിയുടെ മനസ്സിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തുകൊണ്ടാണ് സംശയം, പേടി? നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. എന്ത് ചിന്തിക്കുന്നതുകൊണ്ടാണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഈ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മനസ്സ് ജപിക്കാം. ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും ആഗ്രഹിക്കേണ്ട, ഒന്നും ആവശ്യപ്പെടേണ്ട. ഭഗവാൻ എല്ലാം നടത്തി തരും. നിങ്ങളുടെ എത്ര കാലങ്ങളായിട്ടുള്ള, വർഷങ്ങളായിട്ടുള്ള മാറാത്ത തടസ്സങ്ങൾ പോലും ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളതാണ്. ഇത് ഏറ്റവും രഹസ്യമായൊരു വിദ്യയാണ്, അത്ഭുത ശക്തിയുള്ളൊരു വിദ്യയാണ്. ഇത് സ്ഥിരം ജപിക്കുന്നവന് സർവവശ്യമാണ്. രാജവശ്യം, ജനവശ്യം, പുരുഷവശ്യം, സ്ത്രീവശ്യം, പുത്രസമ്പത്ത് വശ്യം, സർവവശ്യം. പക്ഷെ ഇത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പ്രയോഗിക്കുക. നല്ല രീതിയും, കാരണം നല്ല കാര്യത്തിന് വേണ്ടി പ്രയോഗിച്ചില്ല തീർച്ചയായിട്ടും ഇത് ശിവവിദ്യയാണ്, നന്മയുള്ള വിദ്യയാണ്. അത് നിങ്ങൾക്ക് ഭഗവാന്റെ ആ കോപത്തിന് പാത്രമാകാം. ഈ നന്മയില്ലാത്ത കാര്യത്തിന് പ്രയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കർമ്മം തന്നെ നിങ്ങൾക്ക് തിരിച്ചടിയാകും. അല്ലാതെ ഭഗവാനൊന്നും ചെയ്യുമെന്നല്ല. നിങ്ങൾ മോശം കാര്യത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ കർമ്മദോഷം പിന്തുടരും. അപ്പം നല്ല കാര്യത്തിന് വേണ്ടി മാത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക്, നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങളുടെ ജീവിതം മാറാൻ, അതുപോലെ ഇപ്പം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് ഉയർച്ച വേണം, അത് ന്യായമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് സമ്പത്ത് വേണം, അത് ന്യായമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ നല്ല ഐശ്വര്യങ്ങളും വേണം, അതിനു വേണ്ടി ചെയ്യുക. കാരണം ഈ എല്ലാ കാര്യങ്ങളും അങ്ങനെ നന്മയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഉയർച്ച ഉണ്ടാകണം, നമുക്ക് രക്ഷപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് മോശം ഉണ്ടാകുന്നത്, മറ്റുള്ളവരെ ദൂഷിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനോ ചിന്തിക്കാനോ പാടില്ല. കാരണം നമ്മളൊക്കെ ശിവവിദ്യ ചെയ്യുന്നവരാണ്, ശിവനെ വിശ്വസിക്കുന്നവരാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബോധമാണ്, അത് സത്യമാണ്. അതിനകത്ത് ശിവന് അസുരന്മാരെന്നോ ദേവന്മാരെന്നോ ഒന്നും വ്യത്യാസമില്ല. അത് നീതിയാണ്, നന്മയാണ് ശിവൻ. അപ്പോൾ ആ ശിവനെ വിശ്വസിക്കുമ്പം ആ ശിവൻ്റെ ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത്, മറ്റുള്ളവരെ ദൂഷിക്കരുത്, ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് ആ ശിവനെ വിളിക്കുന്നത്. ഭഗവാൻ പൂർണ്ണമായും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇത് ദിവസവും ചെയ്തോളുക. എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വഴി കടക്കുമ്പോഴോ ഒന്നും ഈ മന്ത്രം മനസ്സിൽ ജപിക്കേണ്ട. ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ
ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഒരു തവണ വീതം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തവണ വീതം നിങ്ങൾക്ക് ഇത് ജപിക്കാം. രാവിലെ ഈ ദീപനാളത്തെ നോക്കി ജപിക്കണം, അതങ്ങനെ തന്നെ ചെയ്യണം. ഈ ദീപനാളത്തെ നോക്കി ശിവമന്ത്രങ്ങൾ ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും കേട്ടോ. അതൊരു ഇപ്പോൾ ഈ ദീപനാളം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ ഏകദേശം കണ്ണിൻ്റെ ലെവലിൽ വേണം ഈ ഇപ്പം കണ്ണിൻ്റെ ലെവലിൽ എന്നാങ്കിലും വെച്ചിട്ട് അതേ വേണം ചട്ടിക്കകത്ത് ദീപം തെളിയിച്ച് വെക്കാൻ. അല്ല മെഴുകുതിരി വെക്കുകയോ ചട്ടിക്കകത്ത് ദീപം തെളിയിച്ച് വെക്കാൻ കണ്ണിൻ്റെ ലെവലിൽ എന്നെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെക്കണം. എന്നിട്ട് നമ്മളിത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് തന്നെ ഈ ദീപനാളത്തിൻ്റെ ചൂടേക്കാത്ത രീതിയിൽ അകലം ക്രമീകരിക്കാം. എന്നിട്ട് ആ ദീപനാളത്തെ നോക്കി ഓം ശിം ശിവായ നമ്മ വാ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം, മനസ്സിലല്ല കേട്ടോ. അതേ മാത്രം ശ്രദ്ധിച്ച് ജപിക്കുക. അപ്പോൾ ഈ നമ്മൾ അങ്ങോട്ടൊരു ആ ദീപനാളത്തിലോട്ടൊരു ഫോഴ്സ് നമ്മൾ ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു തിരിച്ചൊരു ഫോഴ്സ് ഈ ആജ്ഞയിലേക്ക് വരും. ആജ്ഞ എന്ന് പറഞ്ഞാൽ ഈ പിരികത്തിൻ്റെ മധ്യത്തിൽ അകത്തായിട്ട് ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ഒരു ജംഗ്ഷന്. അപ്പോൾ അവിടത്തേക്ക് ആ പവർ വരും. അപ്പോൾ ആജ്ഞ ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് ഈ ആജ്ഞ അങ്ങനെ ഈ ഒരു വിദ്യ, ഈ ത്രാടകത്തിൻ്റെ തന്നെ ഒരു വകഭേദമാണ്. ഈ വിദ്യ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്, പല കാര്യങ്ങളും സാധിക്കുന്നവരുണ്ട്. പക്ഷേ ആ മെത്തേഡ് ചെയ്യണം, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഒരു വാഴയ്ക്കാണേലും ഒരു വളമിടുക, ഏറ്റവും കൂടിയ വളം അല്ലെങ്കിൽ നല്ല വളം വാഴയുടെ ചുവട്ടിൽ കൊണ്ടിട്ട് അത് അളിഞ്ഞു പോകും. ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വാഴയുടെ ചോട്ടിൽ നിന്ന് അകത്തി ഒരു വൃത്താകൃതി ഇടുമ്പോഴാണ് അത് പിടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ചെയ്യേണ്ട മെത്തേഡ് ചെയ്യുമ്പോഴേ ബലം ഉണ്ടാകത്തുള്ളൂ. മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ എല്ലാത്തിനും പ്രധാനമാണ്. ചെയ്യുന്ന രീതി, അതാണ് ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടത്. അതാണ് ചെയ്ത ഒരാളിൽ നിന്ന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടത്. ആ ചെയ്യുന്ന രീതിയാണ്. വിദ്യ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് ചെയ്യുന്ന രീതി പഠിക്കണം. അപ്പോൾ അതാണ് എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്ന, എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. കാരണം ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. അവനവൻ ആവശ്യമുണ്ടെങ്കിൽ പോയി കാണുക, ശരിയായിട്ട് മനസ്സിലാക്കുക, അതൊക്കെ ചെയ്യുക. നല്ല കാര്യങ്ങളാണ്. ജീവിതത്തിൽ വലിയ മാറ്റം വരും. അല്ലാതെ ചുമ്മാ എനിക്ക് അതും സംഭവിച്ചു, ഇത് സംഭവിച്ചു, എൻ്റെ പൈസ അവിടെ പോയി ഇവിടെ പോയി, എന്നെ അവർ പറ്റിച്ചുകൊണ്ട് പോയി, എനിക്ക് ബിസിനസ് ചെയ്ത് നഷ്ടമായി, അല്ലെങ്കിൽ എൻ്റെ മക്കൾ മോശമായൊരു സാഹചര്യത്തിലേക്ക് പോയി, ഭാര്യ പോയി, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കാതെ അതൊക്കെ നിർത്തുക. ഇനി നമുക്ക് പല കാര്യങ്ങൾ ചെയ്താൽ കുടുംബം ഐക്യം, അതുപോലെ കുടുംബ സന്തോഷം, മക്കൾക്കുയർച്ച, നല്ല മക്കൾ, നല്ല ജീവിതം, ഇതൊക്കെ ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി അത് ചെയ്യുക. അല്ലാതെ ഈ കരഞ്ഞുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ വിലപിച്ചുകൊണ്ട് നടക്കുന്ന എനിക്ക് അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്ന് പറയുന്ന ആ ഒരു രീതി മാറിയിട്ട്, ഇപ്പം എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന എത്ര പേരാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളുണ്ടായി, എനിക്ക് ബിസിനസ് നന്നായിട്ട് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ആ പഴയ ആ സ്വഭാവങ്ങളൊക്കെ മാറി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഉയർച്ച ഉണ്ടായി, ഇങ്ങനെ പറയാൻ പഠിക്കുക. അതിന് അറിയേണ്ട കാര്യങ്ങൾ അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ മറ്റെന്ത് അറിഞ്ഞിട്ടോ മറ്റെന്ത് ചെയ്തിട്ടോ കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ, നമുക്ക് ഫലമുണ്ടാകുന്നത് എന്താണോ, അത്രയും മതി. അത് ചെയ്യേണ്ട രീതിയിൽ ആവർത്തിച്ചാൽ മതി, അല്ലാതെ വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട. ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.